ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ ഫിറ്റ്നസ് ടോക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റിയും വൈറ്റമിൻ സിയും ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. ഇപ്പോൾ നമ്മൾ കുറേ കേൾക്കുന്നതാണ് ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടും, വൈറ്റമിൻ സി നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതായത് അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡീൻ്റെ അകത്ത് ഒരു ആർമി തന്നെ ഉണ്ട്, ഒരു പടയുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ ഒരു പട തന്നെ ഉണ്ട്. ലൈക്ക് ടി സെൽസ്, ബി സെൽസ്, മാക്രോഫേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെൽസ് ഉണ്ട്. ഇവരുടെ ഫംഗ്ഷനാണ്, ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ടീരിയയോ വൈറസോ നമ്മളെ ബോഡീൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇവരാണ് ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പം നമ്മളുടെ വൈറ്റമിൻ സിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഈ വൈറ്റമിൻ സി ആണ് ഈ സെൽസിനെ, ഈ പറഞ്ഞ ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ മെച്യൂർ ആക്കുന്നതും അതേപോലെ തന്നെ അവർക്ക് അവരുടെ പെർഫോമൻസ് കൂട്ടുന്നതും ഈ വൈറ്റമിൻ സി ആണ്. അപ്പം നമ്മളെ ഈ ICMR ഒക്കെ ഒരു റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, ഒരാൾ ഇത്ര സംഭവം കഴിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ വൈറ്റമിൻ സി നമ്മൾ കഴിക്കേണ്ടത് 60 milligram per day. 60 milligram ആണ് നമുക്ക് വൈറ്റമിൻ സി ബോഡിൻ്റെ അകത്ത് എത്തേണ്ടത്. അപ്പം ആ വൈറ്റമിൻ സി നമുക്ക് കിട്ടാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള 4 ഫുഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പപ്പായ. പപ്പായൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, ഏത് സമയത്തും നമുക്ക് പപ്പായ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഡയറ്റിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഡേയ്സിലെങ്കിലും ഒരു വീക്കിൽ നമുക്ക് പപ്പായ കഴിക്കാൻ പറ്റും. ഓക്കെ, അത് ഏകദേശം നമുക്ക് ഇപ്പോൾ ഒരു 100 grams എടുക്കുകയാണെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ 70 milligrams വരെ അതിൽ നമുക്ക് വൈറ്റമിൻ സി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് കവർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ കാര്യം പേരയ്ക്ക അല്ലെങ്കിൽ ഗുവ. പേരയ്ക്കയും നല്ല റിച്ച് സോഴ്സ് തന്നെയാണ്, വൈറ്റമിൻ സി നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. ഇതിന് സീസൺ ഉണ്ടെന്ന് തോന്നുന്നു, ഏകദേശം ജൂൺ ഒരു സെപ്റ്റംബർ വരെയുള്ള സീസണിൽ നമുക്ക് നല്ല പേരയ്ക്ക കിട്ടും. അപ്പം അതും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ലാസ്റ്റത്തെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, റിച്ചസ്റ്റ് സോഴ്സാണ് വൈറ്റമിൻ സിൻ്റെ റിച്ചസ്റ്റ് സോഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ലാസ്റ്റ് വൺ ഈസ് മറ്റേ അംല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നെല്ലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സോഴ്സാണ്. നമ്മൾ ഇപ്പം 100 milligram എടുക്കുകയാണ്, അല്ലെങ്കിൽ 100 gram നെല്ലിക്ക, ഒരു 100 gram നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ അതിൽ 600 milligrams വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും നമുക്ക് 120 അല്ലെങ്കിൽ 250 വരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ അംലയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത്. അതുപോലെ തന്നെ അത് ഇപ്പം വളരെ എളുപ്പമാണ്, നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുമില്ല, ഈസിലി അവൈലബിളുമാണ്. അപ്പം ഈ 4 കാര്യങ്ങൾ നിങ്ങളൊരു കഴിക്കുന്ന ഡയറ്റിൽ, നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ RDA ഞാൻ പറഞ്ഞു, RDA എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. അപ്പം അത് 60 milligram ആണ് ഞാൻ പറയുന്നത്, നമ്മളെ ഈ ICMR പറയുന്നത്. നമുക്ക് വേണ്ട ഇപ്പോൾ ഈ 4 ഫുഡിലുള്ള എത്ര മില്ലിഗ്രാം ഉണ്ടെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അത്രയ്ക്കെങ്കിലും കഴിക്കുന്നില്ലേ, വൈറ്റമിൻ സി നിങ്ങളുടെ ബോഡിയിൽ അത്ര എത്തുന്നില്ലേ എന്ന് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ 4 ഫ്രൂട്ട്സ് നിങ്ങൾ എപ്പോഴും, ഫ്രൂട്ട്സ് മാത്രമല്ല, ഒന്ന് സ്പിനാച്ച് പറയുന്നുണ്ട്, ഈ പറഞ്ഞ 4 ഫുഡുകൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫുഡാണ്. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഇപ്പോൾ ചീര കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയം നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഏതെങ്കിലും പപ്പായ കിട്ടുമെന്ന് നോക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക നമുക്ക് വാങ്ങുമ്പം കുറച്ച് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതൊരു വീക്കിൽ ത്രൂ ഔട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ഡോസ് ഓഫ് വൈറ്റമിൻ സി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.